സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫ്രോഗിനെയാണ് കാണുക. ഫ്രോഗി ആണെങ്കിൽ പെരയുടെ പുറത്തുനിന്ന് ഓരോന്നും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവൻ്റെ ഫോണിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരിക. എന്താ വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. സോ അതിൻ്റെ ശേഷമാണെങ്കിൽ നമ്മൾ ഫ്രോഗിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണുക. അതിലാണെങ്കിൽ ഒരു എഗ്ഗ് ഇരുന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്രോഗി പറയും, അമ്മ ഇതൊന്നും മതി, ഇത്ര മതിയില്ല, ഇനി എത്ര ടൈം എടുക്കുക കേക്ക് റെഡി ആവാൻ ചോദിക്കുമ്പോൾ അമ്മ ആണെങ്കിൽ പറയും, എടാ 15 മിനിറ്റ് കഴിയും എന്നിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ പറയും. അപ്പോൾ മിന്നും പറയും, അല്ല ഇപ്പം തന്നെ കഴിക്കണം, ഇത് കരിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അല്ലടാ കേക്ക് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചാൽ മാത്രമാണ് കേക്ക് റെഡി ആവുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പറയും. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എഗ്ഗ് ക്രാക്കായിട്ട് അതിൻ്റെ അകത്തു നിന്നൊരു വലിയ കേക്ക് വരും. ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടായിരിക്കും കേക്ക് വരുന്നുണ്ടാവുക. അതിൻ്റെ ശേഷമാണെങ്കിൽ ഓൻ്റെ സിസ്റ്റേഴ്സും ബ്രദറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണർന്നിട്ട് ഓനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞിട്ട് പാട്ട് പാടും. അപ്പോൾ അമ്മയാണെങ്കിൽ പറയും ഇയാളുടെ വിഷ് ചോദിക്കുക പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വലുതായാൽ വലിയൊരു ഡീമൺ കിങ് ആവും, അങ്ങനെയാണെങ്കിൽ എനിക്ക് പാവപ്പെട്ട പവറൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അതിൻ്റെ ശേഷമാണെങ്കിൽ പ്രസൻറ്റിൽ വാങ് ആണെങ്കിൽ ഡോഗിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുന്നു കൊടുക്കും. അങ്ങനെ നിൽക്കുമ്പോൾ വാങ് ആണെങ്കിൽ ഓൻ്റെ ഫുള്ള് ഫ്ലാഷ് ബാക്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വാങ് ആണെങ്കിൽ ഫ്രോഗിനോട് പറയും നമുക്ക് എൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താലോ പറയുമ്പോൾ ഫ്രോഗി അരവാ നല്ല പരിപാടിയല്ലോ, ഇതിൻ്റെ ഡീമൺ വേൾഡ് ഫുള്ള് നശിപ്പിച്ചിട്ട് നീ ഇതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓനോട് ഇങ്ങനെ ചീത്ത അറിയും. അതിൻ്റെ ശേഷം ക്ലാസ് റൂമിൻ്റെ സീനായിരിക്കും കാണിക്കുക. അവിടെ സുന്നാണെങ്കിൽ നമ്മുടെ ചെന്നിനും അതുപോലെ തന്നെ ഗുവക്കും ഈ ബർത്ത്ഡേയുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ചെന്നാണെങ്കിൽ ബലൂൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, ഗു ആണെങ്കിൽ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, സുന്നാണെങ്കിൽ കോർഡിനേറ്റർ ആയിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ അതിൽ ബർത്ത്ഡേ എഗ്ഗ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് എന്താ സംഭവം എന്ന് അറിയില്ല, അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ അതിങ്ങിപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് വാങ്ങി വന്നിട്ട് പറയും, ഞാൻ ഇവിടെ ഇല്ലേ, എന്തിനാ പേടിക്കുന്നേ, ഞാനൊക്കെ സെറ്റാക്കി തരാം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓനും അവിടുന്ന് പോകും. അപ്പോൾ ഓൻ ചോദിക്കുമ്പോൾ അതിന് ബർത്ത്ഡേ എഗ്ഗ് എന്താ, അതെന്താ സാധനം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി തരാനിട്ട് ഓൾ അവിടുന്ന് പോകും. അങ്ങനെ നിൽക്കുമ്പോൾ ഫ്രോഗി ആണെങ്കിൽ അങ്ങോട്ട് വരും. ഓന് വന്ന് കണ്ട് പറഞ്ഞ് ഇവരുടെ അടുത്തുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കും. സുന്നാണെങ്കിൽ ബോർഡ് മറിച്ച് കൊടുക്കും, പക്ഷെ അവനെ വായിക്കും പീൽസ് റിഫൈനിങ് റൂം എന്നുള്ളത്. അതിൻ്റെ ശേഷം സുന്നാണെങ്കിൽ ലിന്നിനോട് പറയും ഇവനൊരു ലോങ് വാക്കിന് കൊണ്ടുപോകാൻ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരിക്കലും എത്തായത് 2 മണിക്കൂർ എങ്ങനെ ആയാലും ഞങ്ങൾക്ക് ടൈം വേണമെന്ന് പറയും. അപ്പോൾ ലിന്നു പറയും അല്ലടാ അതിന് ഞാൻ എൻ്റെ ഹോംവർക്കൊന്നും എഴുതിയിട്ടില്ല, അപ്പോൾ അത് എഴുതിയിട്ടൊക്കെ പോരേന്ന് പറയുമ്പോഴത്തേന് നമ്മളെ ഡോഗി ആണെങ്കിൽ അതിനെ വലിച്ചങ്ങനെ കൊണ്ടുപോകും. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഓന് കുറേ കൊല്ലത്തിന് ശേഷമായിരിക്കും ഓൻ്റെ ബർത്ത്ഡേ ആരെങ്കിലും ഒരാൾ ആഘോഷിക്കണേ, അതിൻ്റെ പൊലിവിൽ മനസ്സിൽ തുള്ളിച്ചാടായിരിക്കും ഓന്. അങ്ങനെ അതിൻ്റെ ശേഷം സീന് മാറിയിട്ട് നമ്മൾ ബാങ്കിനായിരിക്കും കാണാം. ബാങ്കാണെങ്കിൽ അവിടെ അവൻ്റെ സോഡ് വെച്ചിട്ട് ഒരു ഗുഹ ഉണ്ടാക്കിയിട്ട് ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സോഡ് സ്പിരിറ്റ് ചോദിക്കും മാസ്റ്റർ നമ്മളിപ്പോൾ ഇവിടേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ബാങ്ക് ആണെങ്കിൽ ഒരു എഗ്ഗിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും നമുക്ക് ഇതുപോലത്തെ ഒരു എഗ്ഗ് അന്വേഷിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് പറയും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു കൂട്ടം എഗ്ഗ് കാണുന്നുണ്ടാവുക. അത് കണ്ടപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ഒന്നിനടുത്ത് ചാക്ക് ഇടാൻ നിൽക്കുമ്പോഴേക്കും എന്തോ ഒരു വെറൈറ്റി സാധനം ഓൻ്റെ മീത്തേക്ക് എടുത്ത് ചാടുണ്ടാവും. പക്ഷെ അതിൻ്റെ ശേഷം നേരെ സീനി കട്ടാവാണ്, അവൾ എന്താ നടക്കുന്നത് കാണില്ല. അതിൻ്റെ ശേഷം കാണുന്നത് ഗുവനെയാണ്. ഗുവൻ്റെ അടുത്തേക്കാണെങ്കിൽ ഇവൻ ആ എഗ്ഗ് കൊടുത്തിട്ടുണ്ടാവും, എന്തിനാ വെച്ചാൽ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗു ആണെങ്കിൽ ചോദിക്കും അതൊക്കെ ഓക്കെ, പക്ഷെ എൻ്റെ മേത്ത് എന്താ ഒരുമാതിരി സാധനങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഓൻ്റെ മേത്തൊരു സൈസ് പിങ്ക് കളർ ലിക്വിഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങാണെങ്കിൽ അറിയും അത് കുറച്ച് വലിയ കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാറിട്ട്. പിന്നെ സീന് മാറിയിട്ട് കാണുന്നത് നമ്മൾ ലിന്നാണെങ്കിൽ ഡോഗിനായിട്ട് നടക്കാൻ പോയിട്ട് ഐസ്ക്രീം തിന്നിക്കുമ്പോഴായിരിക്കും മിസ് പാൻ അങ്ങോട്ട് വരുന്നുണ്ടാവുക. മിസ് പാൻ്റെ വർത്താനത്തിൽ നമ്മുടെ ഡോഗിക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്താ വെച്ചാൽ മിസ് പാൻ ആണെങ്കിൽ പീൽസ് റിഫൈനിങ് റൂമൊക്കെ പോയിരിക്കും. അതായത് ആ ഗുളികയൊക്കെ ഉണ്ടാവില്ല ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ ഒരു ഫോൺ അവിടെ വെച്ച് മറന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ട് പറഞ്ഞ ഫ്രോഗി ആലേക്കും പഠിച്ചോനെ അവിടേക്കിലേക്ക് സർപ്രൈസ് തരാണ്ട് പറഞ്ഞിട്ട് ഓല അവിടെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ ഫ്ലോപ്പ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വാഷ്റൂം കൊണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടെന്ന് സ്കൂളിൽ കൂടി പോകും. അങ്ങനെ ഓൻ അവിടെ എത്തിയ പാടിനെ ഓൻ്റെ ആകെപ്പാടി ലേസ് പവറാണ് ഈ ഓനിക്കുള്ളത്. ആ ഉള്ള പവർ യൂസ് ചെയ്തിട്ട് ഓനാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടി കയറും. അങ്ങനെ ഓനാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പിൽസ് റിഫൈനിങ് റൂമിൻ്റെ അവിടുത്തെ ജനാലിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ കാണും എന്താ വെച്ചാൽ ആ ബർത്ത്ഡേ എഗ്ഗ് അവിടെ ഉള്ളത്. അപ്പോൾ വിചാരിക്കും എനിക്ക് വേണ്ടിയിട്ട് അത്ര കഷ്ടപ്പെട്ടിട്ട് കൊടുത്തോണ്ട് നിൽക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഈ ടീച്ചർ പാനിൻ്റെ ഫോണും കാണുക. അങ്ങനെ ഫ്രോഗി ആണെങ്കിൽ ഫോൺ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുക. അത് വേറെ ആരും ആയിരിക്കില്ല, മിസ് പാൻ ആയിരിക്കും. അപ്പോൾ മിസ് പാൻ്റെ അടുത്തേക്കാണെങ്കിൽ സൂം വന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. എന്താ വെച്ചാൽ നിങ്ങൾ ഈ ടൈമിന് എന്താ ഇവിടെ ചെയ്യുന്നത് മിസ് പാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയും. അപ്പം മിസ് പാൻ ആണെങ്കിൽ ഭയങ്കര ബ്ലഷ് ആയിട്ട് പറയും അത് ഞാൻ ഇവിടെ ഫോൺ വെച്ച് മറന്നു പറഞ്ഞപ്പോൾ
സൂ ആണെങ്കിൽ ആ ഫോൺ കൊടുത്തിട്ട് ഇതല്ലേ നിങ്ങളുടെ ഫോൺ എന്നാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ മിസ് പാൻ ആണെങ്കിൽ ടേബിൾ മിൽക്കിന് എഗ്ഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ സൂ ആണെങ്കിൽ പറയും അത് അങ്ങനത്തെ ബോറിങ് കാര്യങ്ങളൊക്കെ ഈ വിട്, ഇന്നിൻ്റെ കൂടെ രാത്രി ഒരു മൂവി കാണാൻ വരുമോ, ഡിമൺ വേൾഡിൻ്റെ പുതിയ മൂവി ഇറങ്ങി നീ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മിസ് പാൻ ആണെങ്കിൽ ആകെ ബ്ലഷ് ആയിട്ട് എന്നെ വിളിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ഇതായിട്ടുണ്ടാവും. മാത്രമല്ല ഒരു നോണ അറിയും, എന്താ വെച്ചാൽ ഞാൻ ഇന്ന് രാത്രി തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം വിചാരിച്ചൊക്കെയായിരുന്നു, എൻ്റെ അടുത്താണെങ്കിൽ ഒരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്, 2 ടിക്കറ്റ് ഞാൻ വാങ്ങിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ് പാൻ്റെ അടുത്ത് ടിക്കറ്റ് ഇല്ലല്ലോ, അപ്പോൾ ഓളാണെങ്കിൽ പെട്ടെന്ന് ആ മൂവിക്കുള്ള 2 ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അതിൻ്റെ ശേഷം ടീച്ചറാണെങ്കിൽ സൂവിൻ്റെ പേര് പാട്ട് പാടിച്ച് പോകും. അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മൾ കാണാൻ ശരിക്കും പറഞ്ഞാൽ സൂ നമ്മൾ ട്രാൻസ്ഫോം ആയിട്ടുള്ള നമ്മളെ ഫ്രോഗി ആയിരിക്കും. ഫ്രോഗി എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നേരത്തെ വാങ്ങിനെ കണ്ടപ്പോൾ ഓൻ്റെ അടുത്ത് നിന്ന് ലേസും സ്പിരിച്വൽ എനർജി ഓനും കൂടി അറിയാതെ വലിച്ചെടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രോഗി ആണെങ്കിൽ ഈ ട്രാൻസ്ഫോം ആവണമെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഈ റൂമിൻ്റെ അവിടേക്ക് ചെന്നു അതുപോലെ തന്നെ ഗുവോ വരും. ഓരാണെങ്കിൽ ബർത്ത്ഡേ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരിക്കും. അപ്പോൾ ഓരോ വർത്തമാനത്തിൽ നമ്മൾ ഫ്രോഗിക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ നമ്മൾ ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ ഇവർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കും ഹീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവനാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കും. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ചൂടാക്കണം, അല്ലാന്നാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട് പാട്ടിനെ ഫ്രോഗിനെ എട്ടിയിട്ടാണെങ്കിൽ ഓരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് വേണ്ടും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും സീന് മാറിയിട്ട് കാണാം നമ്മളെ ചെന്നിയും അതുപോലെ തന്നെ സുന്നു ആണെങ്കിൽ ഈ ബർത്ത്ഡേ കേക്ക് നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നിന്ന് ഒരു കുട്ടി കേക്ക് പുറത്തേക്ക് വരും. അതിൽ ഓരാണെങ്കിൽ അച്ഛനാ എന്ത് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഈ ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇവനാണെങ്കിൽ ഞാനൊന്ന് എടുക്കട്ടെ തക്കുടു എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ കേക്ക് ആണെങ്കിൽ ഓന് മുഖത്ത് കണ്ട് ചാടും. അറ്റ് ദ സെയിം ടൈം ഈ കേക്ക് ആണെങ്കിൽ ഇവൻ്റെ മേത്ത് കയറിയിട്ട് ഇവൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ കേക്ക് കൺട്രോൾ ചെയ്യും. മാത്രമല്ല ഇവനാണെങ്കിൽ ഈ എഗ്ഗിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അതിൻ്റെ അകത്തു നിന്നൊരു വേറൊരു കേക്കിനും കൂടി എടുത്തിട്ട് അത് നേരെ കൂടെ മൂത്ത് കറിയും. പിന്നെ പറയണ്ടല്ലോ ഓൻ്റെ ബോഡി ഇതേപോലെ തന്നെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഗുവോ ഈ കേക്കിനെ കൺട്രോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെന്നു മുന്നേ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത സുന്നിനെയാണ് ഇവരുടെ നോട്ടം പറയുന്നത്. അങ്ങനെ കൺട്രോളിലാക്കിയാൽ വിചാരിക്കുമ്പോൾ അവർക്ക് വാങ്ങ് വരും. അല്ല വാങ്ങല്ല വരിക, പകരം ബോഡി ഗാർഡ്സ് ആയിരിക്കും വരിക. ബോഡി ഗാർഡ്സ് ഇങ്ങനെ വന്നിട്ട് അറ്റാക്ക് ചെയ്തിടോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒത്തിരി ഇവളുടെ മേത്തേക്കും ഈ സാധനം ചാടിയിട്ടുണ്ടാവും. അങ്ങനെ ഇവർ 3 ആളും ഇതിൻ്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെ അതിൻ്റെ ശേഷം ഈ ബേബി കേക്കിൻ്റെ ഒരു വിളയാട്ടായിരിക്കും. അങ്ങനെ ഇവരൊക്കെ പാടി അതിനെ രക്ഷിച്ചടാ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വാങ്ങാണെങ്കിൽ കുളിച്ചിട്ട് അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഓന് വന്നപ്പോൾ കണ്ടതോ ഈ ബേബി കേക്കൊക്കെ പാടി ഇവരായിട്ട് കഷ്ടപ്പെടുത്തണം. അപ്പോൾ ഒരു ബേബി കേക്ക് ആണെങ്കിൽ ഓൻ്റെ മേത്തേക്കും ചാടും. പക്ഷേങ്കിൽ വാങ്ങാണെങ്കിൽ സിമ്പിളായിട്ട് ഓന് അയിമക്ക് നോക്കുകൂടി ചെയ്യാതെ ഓൻ്റെ കൈയിട്ട് തട്ടിയിട്ട് കാലിട്ട് ഇങ്ങനെ ചവിട്ടി കണ്ടായിരിക്കും. അതിൻ്റെ ശേഷം ഫസ്റ്റ് തന്നെ ഇവർ ഗുവോനി അതുപോലെ തന്നെ ചെന്നിനെ ഫ്രീ ആക്കും. അതിൻ്റെ ശേഷം ഓരോരുത്തരെ ഈ കേക്കിൻ്റെ അടുത്ത് ഫ്രീ ആക്കും. അങ്ങനെ എല്ലാവരും ഫ്രീ ആക്കി. പക്ഷേ സുനിനെ മാത്രം ഫ്രീ ആക്കില്ല. എന്താ വെച്ചാൽ ഓളെ കുറച്ച് സ്പെഷ്യലായിട്ട് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവന് വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വാങ്ങാണെങ്കിൽ സുനിനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരിക്കും ഈ ബേബി കേക്കിൻ്റെ അടുത്ത് ഫ്രീ ആക്കുന്നുണ്ടാവുക. അങ്ങനെ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് ഒരു ജയൻറ്റ് ബർത്ത്ഡേ കേക്ക് വരിക. അങ്ങനെ ഇതിനെ കണ്ടപ്പോൾ ഇവനാണെങ്കിലും അവൻ്റെ സ്വേർഡ് എടുത്തായിരിക്കും ഇതിനെ അറ്റാക്ക് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അവിടേക്കാണെങ്കിൽ നമ്മളെ ഫ്രോഗ് വരും. ഇവിടുത്തെ ഈ കോലങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഫ്രോഗിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. കാരണം എന്താ വെച്ചാൽ ഇവരത്രയ്ക്ക് കഷ്ടപ്പെട്ടെന്ന് ഇവനക്കൊന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഓൻ്റെ ഈ ടൈം ഫ്രീസ് ചെയ്യുന്ന ഈ പവറൊക്കെ യൂസ് ചെയ്തിട്ട് ഓൻ ടൈം ബാക്ക് ആക്കും. അങ്ങനെ ഈ ടൈം ഫുള്ള് ബാക്ക് ആക്കിയതിൻ്റെ ശേഷം സീന് മാറിയിട്ട് കാണുന്നത് ഈ ലിൻഡാണെങ്കിൽ ഇവനെ അതായത് ഫ്രോഗിനെ വെച്ച് ഈ ക്ലാസ് റൂമിൻ്റെ അവിടേക്ക് വരുമായിരിക്കും. അപ്പോൾ ക്ലാസ് റൂമിൻ്റെ അവിടേക്ക് വരുമ്പോൾ ക്ലാസ് റൂം ആണെങ്കിൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ടായിരിക്കും. അപ്പോൾ ലിൻഡാണെങ്കിൽ വിചാരിക്കും ഈ നേരത്തെ എന്താ ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ നേരാക്കിയിട്ട് നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം എന്തായിരിക്കും ആവോ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര എനിക്ക് സർപ്രൈസ് കൊടുത്ത് പാട്ടൊക്കെ പാടി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫ്രോഗി ആണെങ്കിൽ ഭയങ്കര സന്തോഷം കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവർ ആ പാട്ട് പിന്നെയും പാടുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു ലിന്നോട് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുക എന്താ വെച്ചാൽ ഇവർ ശരിക്കും പറയാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലിന്നിന് വേണ്ടിയിട്ടായിരിക്കും, പകരം ഫ്രോഗിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അതറിഞ്ഞപ്പോൾ ഫ്രോഗി ആണെങ്കിൽ എന്താ പറയുക ആകെ ഇങ്ങോട്ട് ഒരു ഫ്രീസ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ ശേഷമാണെങ്കിൽ എഗ്ഗ് ബ്രേക്ക് ആയിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേ ഇതുപോലത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കേക്ക് പുറത്തൊക്കെ വരും. അത് കണ്ടിട്ട് ലിൻഡാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം കാണുന്നത് മിസ് പാൻ ആണെങ്കിൽ തിയേറ്ററിൻ്റെ പുറത്ത് തുമ്മിയിട്ട് അതൊക്കെ ആയിട്ട് കുറേ നേരമായിട്ട് കാത്തുനിന്നുകൊണ്ടിരിക്കും. പക്ഷെ അവിടെയെങ്കിൽ സൂ പോയിട്ട് സൂ ഇട്ടിട്ട് പൊടി പോലും കാണാണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പോയല്ലോ ഞാൻ മാത്രം ഒറ്റക്കായി എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടത്തിൽ നിൽക്കായിരിക്കും നമ്മൾ മിസ് പാന്. അങ്ങനെ അതിൻ്റെ ശേഷമായിരിക്കും മിസ്സിന് മനസ്സിലാവുക സൂ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. താങ്ക് യു.